നമസ്കാരം പ്രിയമുള്ളവരെ. രണ്ടാം UPA സർക്കാരിൻ്റെ സമയത്ത് അണ്ണാ ഹസാരെ തുടങ്ങിവെച്ച നിരാഹാര സമരം അത് രണ്ടാം UPA സർക്കാരിൻ്റെ പതനത്തിന് കാരണമായിരുന്നു. പിന്നീട് നീണ്ടകാലം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ദുർവിധിക്ക് കാരണം ഒരുപക്ഷെ അണ്ണാ ഹസാരെയുടെ സമരമായിരിക്കാം. ജനങ്ങളത് ഏറ്റെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെയുള്ളൊരു സമരകാഹളമാണ് ഡൽഹിയിൽ ഇപ്പോൾ മുഴങ്ങുന്നത് എന്നതാണ് സത്യം. പാറ്റകളുടെ സമരത്തെ ഈ അണ്ണാ ഹസാരെയുടെ സമരവുമായി നമുക്ക് ബന്ധപ്പെടുത്താം. കാരണം അണ്ണാ ഹസാരെയുടെ സമരം 3 ഇലക്ഷനുകളിൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരുത്തിയെങ്കിൽ, കാരണം 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ രാജി മുൻനിർത്തിയായിരുന്നു അണ്ണാ ഹസാരെയുടെ സമരം. അത് കോൺഗ്രസിൻ്റെ ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ അഴിമതിക്കാരെന്ന് വരുത്തി തീർത്തുവെങ്കിൽ, അതേ സമാനമായ ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്നത്. പാറ്റകളുടെ സമരം അത് BJPയുടെ ഒരുപക്ഷെ അസ്തമയത്തിൻ്റെ തുടക്കമായേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദു ബെൽറ്റ് അല്ലെങ്കിൽ പശു ബെൽറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇതിലെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭകാരികൾ വരുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ആശീർവാദം ആദ്യമേ തന്നെ ഈ സമരത്തിനുണ്ടായിരുന്നു എന്ന് ബലപ്പെടുത്തുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് വരുന്ന ദിവസങ്ങളിലാണ് ഈ പ്രക്ഷോഭം അതിൻ്റെ തീവ്രതയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുമുണ്ട്. അതായത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ആശീർവാദത്തോടു കൂടി, അനുഗ്രഹാശിസുകളോട് കൂടിയായിരിക്കാം ഈ പാറ്റകളുടെ സമരം എന്നതും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ആദ്യമൊക്കെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും പിന്തുണയുടെ കൂടെയുള്ള ഒരു സമരം എന്ന് പറഞ്ഞ് BJP ആക്ഷേപിച്ച് ഒതുക്കുവാൻ നോക്കിയെങ്കിലും ഇപ്പോൾ ആ സമരത്തെ അംഗീകരിക്കുവാനും ചർച്ചകൾ നടത്തുവാനും BJP നേതൃത്വവും കേന്ദ്ര ഗവൺമെൻറ്റും നിർബന്ധിതമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ കോൺഗ്രസും ആദ്യകാലത്തൊക്കെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നത് ഈ ചൈന പാകിസ്ഥാൻ ആരോപണങ്ങളൊക്കെ BJP ഉന്നയിക്കും എന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം. എന്തായാലും 7 കോടി ജനങ്ങളെ പരോക്ഷമായി ബാധിക്കുന്ന നീറ്റ് പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ട് പാറ്റകൾ ആരംഭിച്ച പ്രക്ഷോഭം അത് ഉത്തരേന്ത്യയുടെ നഗരങ്ങളെ, ഡൽഹിയുടെ വീഥികളെയൊക്കെ കീഴടക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് വരുന്നത്. ഏകദേശം 20-ൽ പരം കുട്ടികൾ നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. മാതാപിതാക്കളുടെ കണ്ണുനീർ വീണ ഡൽഹിയുടെ മണ്ണിൽ സമരം ശക്തി പ്രാപിക്കുന്നു എന്നു തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം ഏറ്റവും സുരക്ഷിത ഉറപ്പുവരുത്തേണ്ട പ്രദേശങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെയും ഒപ്പം CJPയുടെയും ധർണയുണ്ടാകുന്നു എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ പാറ്റകളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ മടിച്ചു നിന്ന കോൺഗ്രസ് ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്നു എന്നതാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസ്സിന് കിട്ടിയ ഒരവസരമായിരിക്കും ഇത്. കാരണം ഉത്തരേന്ത്യയിലെ ജനങ്ങളെ കൂടെ നിർത്തുവാൻ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് സാധിക്കുന്ന നിമിഷങ്ങളാണിത്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ സമരം ശക്തി പ്രാപിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരെയൊക്കെ ആ സമരവേദിയിലേക്ക് BJP പറഞ്ഞു വിട്ടുകൊണ്ട് സമര നേതൃത്വത്തിലുള്ള ആളുകളുമായിട്ടൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു സംഭവ വികാസത്തിലേക്ക് പോയേക്കുന്നത്. പ്രത്യേകിച്ചും ഒരു ശക്തമായ ബലപ്രയോഗത്തിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. കാരണം 2 മുഖ്യമന്ത്രിമാർ, VD സതീശനും കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും ആ സമരവേദിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ബലപ്രയോഗം എന്ന രീതിയിലേക്ക് പോകുവാൻ കേന്ദ്ര ഗവൺമെൻറ് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ലോകശ്രദ്ധ അവിടേക്ക് വരും. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ MP-മാർ പ്രമുഖരവിടെ ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചർച്ചകളിലേക്ക് പോകുവാനുള്ള തീരുമാനവുമായി കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. ലോക്സഭയിൽ ഈ ചർച്ചയ്ക്ക് സമയം അനുവദിക്കില്ല എന്ന് നേരത്തെ BJP വാശി പിടിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കൂടി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഈ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എത്തുമ്പോൾ, പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം സമരം ചെയ്യുന്ന പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടെത്തുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് സമരം എത്തും എന്നതുകൊണ്ട് തന്നെ BJP ഒരുപക്ഷെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോയേക്കാം. ഒരുപക്ഷെ പാർലമെൻറ്റിൽ ചർച്ച അനുവദിക്കാം എന്ന രീതിയിലേക്ക് വന്നേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങളാണ് പുറത്തു വരുന്നത്. ഉത്തരേന്ത്യയുടെ പൊതു സ്വഭാവം നമുക്കറിയാം. റൊട്ടി നഹീ ചാഹിയേ മന്ദിർ ചാഹിയേ, നിങ്ങൾക്ക് റൊട്ടി വേണ്ട, ആഹാരം വേണ്ട, അമ്പലം മതി എന്ന മുദ്രാവാക്യം ഈ അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ ഉയർത്തിയ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെയും BJP ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ അതിജീവിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നടക്കുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വ്യക്തിത്വമാണ്. കാരണം നരേന്ദ്രമോദിയുടെ വ്യക്തിത്വത്തെയും BJP ഉയർത്തുന്ന രാഷ്ട്രീയമായ
ചോദ്യങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അതിനേക്കാളുമൊക്കെ വലുതായിട്ട് അവർ ഈ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് 7 കോടി ജനങ്ങളെ ബാധിച്ച കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഈ പ്രക്ഷോഭം നിസ്സാരമായി തള്ളിക്കളയുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ വകുപ്പ് മന്ത്രിയുടെ രാജി കൂടി ആവശ്യപ്പെടുന്നുണ്ട് എന്ന ഒരു വസ്തുത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അതെത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നറിയില്ല. ഒരുപക്ഷെ ലോക്സഭയിൽ ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അനുവദിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന വിശകലനമാണ് പുറത്തു വരുന്നത്. കോൺഗ്രസ് ഈ സമരത്തിലേക്ക് വരുന്നതുകൊണ്ട് പാർട്ടികൾക്ക് കുറച്ചുകൂടി ഈ സമരം ദേശീയ വ്യാപകമാക്കുവാൻ കഴിയും. കാരണം കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനമാണ്. നേരത്തെ CPM ഈ സമരത്തിലേക്ക് വന്നിരുന്നു. ഇന്നലെ രാധാകൃഷ്ണൻ MPയും ഒപ്പം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിയും ഒക്കെ ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നലെ ഇന്ത്യ മുന്നണിക്ക് അകത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട്, ആ സമരത്തെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇന്ന് കോൺഗ്രസ് കൂടി ആ സമരരംഗത്തേക്ക് വരുന്നു. കെജ്രിവാളിൻ്റെ ഒരു സാന്നിധ്യം ഈ സമരരംഗത്തേക്ക് ഉണ്ടാകുന്നു. അദ്ദേഹം കൂടി സമരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നു. എന്തായാലും പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ സമരത്തിന് ഒരു ദേശീയ വ്യാപകമായ ഇമേജ് കിട്ടുവാൻ ഈ കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ സഹായകമാകും എന്ന വിശകലനം തന്നെയാണ് വരുന്നത്. എന്തായാലും കോൺഗ്രസ് സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി അവർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന സമയമാണിത്. കാരണം ഹിന്ദി ബെൽറ്റിൽ ഈ സംഭവം, ഈ നീറ്റ് പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട പരീക്ഷാ ചോർച്ചകളും ഒക്കെ വലിയ വിവാദങ്ങളുണ്ടാക്കിയാണ്. ആ ഗ്യാപ്പിലേക്ക് കോൺഗ്രസ്സിന് കടന്നു കയറുവാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്നാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന ആത്മഹത്യകൾ, പരീക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്കകൾ, അവരിൽ പലരും ഇപ്പോഴും യഥാർത്ഥ ഒരു ലൈഫിലേക്ക് കടന്നു വന്നിട്ടില്ല, ട്രോമയിലാണ് എന്ന റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അത്രമേൽ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എഴുതിയ പരീക്ഷകൾ പലതും റദ്ദാക്കപ്പെടുന്നു. അതിൽ ഒക്കെയും റാങ്ക് കിട്ടിയ ആളുകൾക്ക് പിന്നീട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉത്തരേന്ത്യയുടെ ഒരു മുഖമായി മാറിയിട്ടുണ്ട് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അതിന് കോൺഗ്രസ് എത്രത്തോളം മുൻകൈയെടുത്ത് മുന്നോട്ട് പോകുമെന്നത് ആ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഇന്നലെ വരെ BJP ഇതിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നേരിട്ടിരുന്നതെങ്കിൽ, അത് ശത്രു രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണയോടുകൂടി നടത്തുന്ന സമരങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് BJP വളരെ കരുതലോടുകൂടി തന്നെ ഈ സമരത്തെ നേരിടുന്നു എന്നതാണ് വാസ്തവം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടായിരിക്കാം എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ വാസ്തവം. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുമായി എനിക്ക് തോന്നുന്നത് ഈ സമര മുഖത്തുള്ള ആളുകൾ ബന്ധപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ദിവസങ്ങളിൽ തന്നെ ഈ സമരം കൂടുതൽ ശക്തമാകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും ജനാധിപത്യ രാജ്യമാണ്. പ്രതിപക്ഷവും ഒപ്പം ഭരണപക്ഷവും BJPയും കോൺഗ്രസും CPMഉം ഒക്കെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അവരുടെ പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് പുറത്തേക്ക് വന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്തായാലും ഈ ദിവസങ്ങളിൽ പ്രക്ഷോഭത്തിൻ്റെ ഒരു രൂപവും ഭാവവും ഒക്കെ കെട്ടടങ്ങുവാൻ തന്നെയാണ് സാധ്യത. ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് അവസാന നിമിഷങ്ങൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.